ഷഫീഖ്, മറ്റൊന്ന് ഈ വെള്ളത്തിലേക്കുള്ള പുഴയിലേക്കുള്ള തെരച്ചിൽ എങ്ങനെയാണ് വ്യാപിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം സ്കൂബ ടീമൊക്കെ പരിശോധിച്ചിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അത് കൂടുതൽ പരിശോധന വേണമെന്ന നിഗമനത്തിലേക്ക് ഇവരെത്താൻ കാരണം എന്താണ്? വലിയ മൺകൂനുകളൊക്കെ വെള്ളത്തിൽ അങ്ങിങ്ങായൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം. അതെല്ലാം പരിശോധിക്കാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഈ കുന്നിടിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ വന്ന വെള്ളവുമായി ചേർന്ന് ഈ പുഴയിലേക്ക് അങ്ങനെ തന്നെ മണ്ണ് ഒലിച്ചിറങ്ങിയതാണ്. അതിൽ മൺകൂനകൾ ഈ പുഴയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒലിച്ചിറങ്ങുന്ന സമയത്ത് വാഹനങ്ങൾ അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അങ്ങനെ ഈ വെള്ളത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടക്കുന്നു. പക്ഷേ വെള്ളത്തിൽ നടക്കുന്ന പരിശോധനയ്ക്ക് വലിയ ഒരു തടസ്സമാവുന്നത് ഈ ചെളിവെള്ളം തുടർച്ചയായി ഈ പുഴയിലേക്ക് ഒഴുകി വരുന്നത് കാരണം കലക്കം ആണ്. ഈ വെള്ളം തെളിഞ്ഞ വെള്ളമല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ പ്രയാസമാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക എന്നത് പ്രയാസമായിട്ടുണ്ട്. അങ്ങനെ ഈ വെള്ളം കലങ്ങിയ ഒരവസ്ഥയിലായതുകൊണ്ട് മണ്ണും ചെളിയും കലർന്ന ഒരവസ്ഥയിലാണ് ഈ പുഴ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പുഴയിലുള്ള തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. എങ്കിലും കൂടുതൽ അംഗങ്ങൾ പല ടീമുകളായി പുഴയുടെ പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് സമാനമായ സ്വഭാവത്തിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നു. ശാസ്ത്രീയമായ പരിശോധനയും അവിടെ നടക്കുന്നു. NIT-യിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന വിദഗ്ധരും മറ്റു മേഖലകളിലുള്ള വിദഗ്ധരും അടക്കം ശാസ്ത്രീയമായ പരിശോധന ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ ഈ ലോറിയെ കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്, വേഗത അതിനില്ല എന്നൊരാക്ഷേപം ഇപ്പോഴും കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ ലോറിയുടെ ഉടമകളും അവരുടെ ബന്ധുക്കളും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലോറിയുടെ ബന്ധു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ റെസ്ക്യൂ ടീം സ്വകാര്യമായി ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന ആളുകളെ ഇവിടെ എത്തിച്ചിരുന്നു. അവർ കേരളത്തിലും മറ്റ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അതിന് നേരത്തെ പരിചയമുള്ള ടീമുകളാണ്. വെള്ളപ്പൊക്കമുള്ള സമയത്തും മണ്ണിടിച്ചിലുള്ള സമയത്തും ഉരുൾപൊട്ടലുള്ള കേന്ദ്രങ്ങളിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ടീമിനെ കേരളത്തിൽ നിന്ന് അവർ കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്ന ടീമിനെ ഈ പ്രദേശത്ത് ലോറി ഉണ്ട് എന്ന് കരുതുന്ന പ്രദേശത്തേക്ക് എത്തിക്കാൻ ആദ്യം പോലീസ് സന്നദ്ധമായില്ല. അതൊരു ചെറിയ വാക്കേറ്റത്തിന് കാരണമായി. തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, തങ്ങളുടെ നാട്ടുകാരൻ ആ ലോറിയിൽ അകപ്പെട്ടിട്ടുണ്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് എല്ലാവിധത്തിലുള്ള പ്രവർത്തനവും ഞങ്ങൾ നടക്കും. ഇവിടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് എത്തിയത്. ഞങ്ങൾക്ക് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം നാട്ടിലൊക്കെ നടത്തിയതിൻ്റെ അനുഭവങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കുകയും അവിടെ എവിടെയാണ് ഈ ലോറി കിടക്കുന്നത് എന്നത് പരിശോധിക്കാനുള്ള അനുമതി നൽകണം എന്നും അവർ പറഞ്ഞു. ഏറെ വാക്കേറ്റത്തിന് ശേഷം തർക്കത്തിന് ശേഷവുമാണ് പോലീസ് ആ 2 പേരെ മാത്രം അകത്തേക്ക് പോവാൻ അനുവദിച്ചത്. അവരുടെ കൂടെ വന്ന മറ്റു സംഘാംഗങ്ങളെ അതിനകത്തേക്ക് കടത്തിവിടാൻ പോലീസ് സന്നദ്ധമായിട്ടില്ല. പോലീസ് പറയുന്നത് പോലീസിൻ്റെയും ഈ SDRFിൻ്റെയും NDRFിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധന വളരെ സജീവമായി നടക്കുന്നു. മറ്റുള്ള ആളുകൾ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നത് അപകടങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണങ്ങളാണ് പോലീസ് വരുത്തുന്നത്. അതുകൊണ്ട് ഈ സ്വഭാവത്തിലുള്ള ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം. പക്ഷേ പോലീസിനോട് സംസാരിച്ചതിന് ശേഷം 2 പേർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. നേരത്തെ രാവിലെയും മാധ്യമപ്രവർത്തകരോട് പോലീസ് പറഞ്ഞിരുന്നത് അവിടെ പോകാൻ കഴിയില്ല, ആ ഭാഗങ്ങളിൽ പോകുന്നത് സുരക്ഷാ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ബാരിക്കേഡിനപ്പുറം നിൽക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ സ്ഥലം MLAയുടെ നേതൃത്വത്തിൽ വലിയ വാക്കേറ്റത്തിന് ശേഷം പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് ഈ MLA മാധ്യമപ്രവർത്തകരെയും കൊണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ അവിടെ എത്തുന്നതിന് ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ മാധ്യമപ്രവർത്തകർക്ക് സ്ഥലത്തെത്താനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലത്ത് തന്നെ മാധ്യമപ്രവർത്തകർ എത്തുകയും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് പ്രേക്ഷകർക്ക് ആ വിവരങ്ങളും ദൃശ്യങ്ങളും എത്തിക്കാനും നമുക്ക് കഴിഞ്ഞത്. ആദ്യം തുടക്കത്തിൽ ജില്ലാ ഭരണകൂടം ഇതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും മറച്ചുവെക്കുന്ന ഒരവസ്ഥ നമുക്കിവിടുന്ന് അനുഭവപ്പെട്ടിരുന്നു. ഒരു വിവരവും പുറത്ത് നൽകാതെ വളരെ രഹസ്യമായി നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട്
മാധ്യമപ്രവർത്തകർ അവിടെ എത്തുകയും മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യങ്ങളും അവിടുത്തെ വിവരങ്ങളും നേരിട്ട് ശേഖരിക്കാനുള്ള സൗകര്യമുണ്ടാവുകയും ചെയ്തു. ശരി, ഷഫീഖ് നേരത്തെ പറഞ്ഞതുപോലെ 3 പേർക്കായുള്ള തെരച്ചിലെന്നാണ് രാവിലെ കലക്ടർ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതായത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയമുള്ളത് 3 പേരാണ്. ഇതിൽ എന്തെങ്കിലും സൂചന ഇവരുടെ മറ്റുള്ള ആരുടെയെങ്കിലും വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? 3 പേർക്കുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി ആരും തന്നെ അറിയിച്ചിട്ടില്ല. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ജില്ലാ ഭരണകൂടം മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് സൂചിപ്പിച്ചത്. അവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള സിഗ്നൽ ചിലത് ലഭിച്ചിരിക്കുന്നു. ആ റഡാറിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചത് ഒരു ലോറിയുടെ അത്രയും വലിപ്പമുള്ള സ്ഥലത്തല്ല. അതുകൊണ്ട് ലോറിയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആ ലോറിയുടേതാവാൻ സാധ്യതയുള്ള ചില സിഗ്നലുകൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ ആണ് കണ്ടത്. അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ അവിടെ ശാസ്ത്രീയമായ സ്വഭാവത്തിലുള്ളൊരു പരിശോധനക്ക് കൂടി ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോറി ആണെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഈ റഡാറിൻ്റെ വിദഗ്ധർ നമ്മോട് പറഞ്ഞത്. അങ്ങനെയുള്ള ചില വിവരങ്ങൾ അല്ലാതെ ഈ 3 പേരെയും കുറിച്ച് വ്യക്തമായൊരു സൂചന ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയില്ല. എവിടെയാണ് എന്നത് സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി ഇവിടുന്ന് പറയാൻ കഴിയില്ല. 11 പേരാണ് ഈ അപകടത്തിൽ ഉൾപ്പെട്ടത്. 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. 8 പേരുടെ മൃതദേഹം ഇതുവരെയായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയാത്ത ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ ഉണ്ട്, മോർച്ചറിയിലുണ്ട്. 8 പേരുടെ മൃതദേഹം കിട്ടി. 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 പേരിൽ 2 പേർ കർണാടകക്കാരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ നാട്ടുകാരൻ മലയാളി ലോറി ഡ്രൈവറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ തുടരുന്നത്. ഷഫീഖ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നിപ്പോൾ 5ാമത്തെ ദിവസത്തേക്ക് കാര്യങ്ങൾ കടക്കാൻ കാരണം പ്രധാനമായും വീണ്ടും മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യത, മറ്റൊന്ന് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു എന്നൊക്കെയുള്ളതാണ്. ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം? വേറെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇന്നലെയൊക്കെ നേരത്തെ തെരച്ചിൽ നിർത്തിയത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അതൊരു പക്ഷേ അവരുടെ പ്രോട്ടോക്കോളിനനുസരിച്ചും മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ ആയിരിക്കാം നിർത്തിയത്. ഇന്നും ഒരു സമയപരിധി നിശ്ചയിച്ചാണോ ഈ തെരച്ചിൽ നടക്കുന്നത്? അല്ലാതെയുള്ള സംവിധാനങ്ങൾ, ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്തേക്കൊക്കെ എത്തിച്ച് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഈ തിരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് ലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് ശക്തമായ സ്വഭാവത്തിൽ അവിടെ തിരച്ചിൽ നടക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി ഈ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അതിന് കാരണം പറഞ്ഞിരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത് രാത്രി മനസ്സിലാക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും രാത്രി കാലങ്ങളിൽ കൂടുതലാണ്. അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് രാത്രി ഈ രക്ഷാപ്രവർത്തനം തിരച്ചിൽ നിർത്തിവെക്കുന്നത് എന്നാണ്. വെളുപ്പിന് 6 മണിയോടുകൂടി തന്നെ വീണ്ടും പുനരാരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു. 6 മണിയോടുകൂടി തന്നെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും 10 മണിക്ക് ശേഷം മാത്രമേ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വിദഗ്ധരായ ആളുകളും അവിടെ തെരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ എത്തിയിരുന്നുള്ളൂ. ഈ രാത്രി കാലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് ആ ഭാഗത്ത് മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യതയാണ്. മണ്ണിടിച്ചിലും വലിയ നീരൊഴുക്കും ഉണ്ടാവുന്നത് കാരണം ഏത് ഭാഗത്തു നിന്ന് ഇടിച്ചിലുണ്ടാവും, ഏത് ഭാഗം വഴി മണ്ണ് ഒഴുകി വരും എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. രാത്രി കാലങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് രാത്രി ഈ തിരച്ചിൽ തുടരാൻ കഴിയാത്തത് എന്നാണ് അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്നും ഒരു പക്ഷേ 9 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. നേരത്തെയൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇപ്പോഴും മഴ കനത്തിട്ടില്ല. നേരിയ ചില സാധ്യതകൾ മാത്രമേ ഉള്ളൂ. മഴ ഇല്ലെങ്കിൽ കുറച്ചുകൂടി സമയം ഈ രക്ഷാപ്രവർത്തനം, തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് കഴിയും. മഴ വരുന്നതോടുകൂടി അവിടെ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ നീരൊഴുക്കും കൂടുകയാണ്. അത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ശരി ഷഫീഖ്, രക്ഷാപ്രവർത്തനം
ഊർജിതമായി നടക്കുന്നു എന്നാണ് അറിയുന്നത്. അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ്. 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ്. ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂല സാഹചര്യമാണ്. റഡാർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ലോറിയാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുമില്ല. പക്ഷേ തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നു. കൂടുതൽ സംഘങ്ങൾ, ഏതാണ്ട് 60ഓളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ടീം തന്നെ അവിടെ തെരച്ചിൽ നടത്തുന്നു. ഈ മണ്ണിനടിയിലും അതുപോലെ പുഴയിലും തെരച്ചിലിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അനുകൂല സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് തെരച്ചിൽ സംഘം ഇപ്പോഴുള്ളത്.